ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രശാന്ത്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ ഞങ്ങൾ രണ്ടും അതായത് കഴിഞ്ഞ ഒരു ദിവസം മുന്നേ ഒരു വീഡിയോയിൽ വന്നതാണ്. എന്നിട്ട് CSEB ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ്. വീണ്ടും വന്നിരിക്കുന്നത് CSEB ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ കാണണം, സ്കിപ്പ് ചെയ്ത് പോകണ്ട. കാരണം ആ സ്കിപ്പ് ചെയ്ത സമയത്തായിരിക്കും നിങ്ങളുടെ ഏതെങ്കിലും വൈറലായ ഇൻഫർമേഷൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ആദ്യം സാറിനോട് ചോദ്യം ചോദിക്കാനാണ്. നമ്മളറിയാം, നമുക്ക് CSEB എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. എക്സാം ഡേറ്റ് വന്നു, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞതാണ്. സബ്ജക്റ്റിനെ പറ്റി മാർക്കിനെ പറ്റിയും പറഞ്ഞതാണ്. പക്ഷേ ഇനിയും ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു സിലബസ് ഉണ്ടോ. കാരണം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നു. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് കാര്യമില്ല. കാരണം 20 മാർക്ക് അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് ബാങ്കിങ് എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ഏരിയ. ആ വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് 20 മാർക്ക് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ പഠിക്കണം അതൊന്നും നമുക്ക് ചിലപ്പോൾ ഐഡിയ ഉണ്ടാവില്ല അല്ലേ. നമുക്ക് ആദ്യം ഒരു എക്സാം എഴുതുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരു ഡീറ്റെയിൽ സിലബസ് സാറേ വരുമോ? എന്താ സ്ഥിതി? ഡീറ്റെയിൽഡ് സിലബസ് ഈ കാര്യം നമ്മുടെ ECBയുടെ ചെയർമാൻ തന്നെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വരുന്ന എക്സാമിന് എന്തായാലും ഒരു ഒഫീഷ്യൽ സിലബസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അധികം വൈകാതെ തന്നെ സിലബസ് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സന്തോഷ വാർത്ത കൂടിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എക്സാമിന് സിലബസ് ഉണ്ടാവും. അത് അധികം വൈകാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതായത് അപ്ലോഡ് ചെയ്ത സൈറ്റിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, ബാക്കി നമുക്കറിയാം ലോയുടെ കാര്യം 15 മാർക്കാണ് കോപ്പറേറ്റീവ് ലോയ്ക്കുള്ളത്. അതിൻ്റെ അകത്ത് നമുക്ക് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1916 അകത്ത് 110 സെക്ഷനും 201 റൂളുമുണ്ട്. അതുകൂടാതെ തന്നെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഹിസ്റ്ററി പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടിയാണ് നമുക്ക് 15 മാർക്ക് വന്നിരിക്കുന്നത്. സിലബസ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയെങ്കിലേ നമുക്ക് എക്സാമിന് മുൻപ് ഒരു കംപ്ലീറ്റ് ഏരിയ പഠിച്ച് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണെന്ന് വെച്ചാൽ എക്സാമിൽ ഉറപ്പായിട്ട് വരാനുള്ള സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തായാലും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂള് അത് കുറച്ച് പതിയെ തുടങ്ങിയാൽ മതി. കാരണം ഒഫീഷ്യൽ സിലബസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ സെക്ഷൻസ് ആണ്, ഏതൊക്കെ റൂൾസ് ആണ്, ഏതൊക്കെ ഏരിയാസ് ആണ് പഠിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവും. അപ്പൊ അതിനുശേഷം അത് പഠിക്കുമായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോഴേ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോപ്പറേഷന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതുപോലെ ബാങ്കിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ. ICAക്ക് എന്തായാലും സിലബസിനകത്ത് ഇൻക്ലൂഡ് ആവാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. അതുപോലെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അതൊക്കെ CSEB എക്സാമുകൾക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഏരിയാസ് നിങ്ങൾ ഇപ്പോഴേ പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് സിലബസ് വന്നതിന് ശേഷം പഠിക്കാം. അപ്പൊ നിങ്ങൾ സിലബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പഠനം ഇപ്പോഴേ തുടങ്ങിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വരുന്ന August 3 ക്ലർക്കിന്റെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് കാര്യങ്ങൾ മനസ്സിലായി എന്തൊക്കെയാ. അതായത് എക്സാമിന് അടുപ്പിച്ച് നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ബേർഡൻ ആയിരിക്കും അല്ലെ. തീർച്ചയായും ബേർഡൻ ആയിരിക്കും. നമുക്ക് എക്സാമോ അടുപ്പിച്ച് അല്ലെങ്കിൽ സിലബസ് വന്നിട്ട് പഠിക്കുക എന്ന് പറയുന്നതാണ് ഈ കോപ്പറേറ്റീവ് ലോ എന്ന സെക്ഷനാണ്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ 200-ലധികം റൂളൊക്കെ പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം. നമ്മുടെ കാര്യമില്ല. കാരണം എന്താ, എക്സാമിനുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി പഠിക്കണം. പക്ഷെ കൃത്യമായിട്ട് സിലബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയ ആണ് പഠിക്കേണ്ടത്, അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ലോയുടെ പോലുള്ള ഏരിയകൾ ആ സിലബസ് വന്നിട്ട് പഠിക്കും. ബാക്കിയുള്ള ഏരിയ നമുക്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്താലേ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കഴിയത്തുള്ളൂ. കാരണം വൈഡായ ഏരിയ. ഇപ്പം എല്ലാ സബ്ജക്ട് സാറ് പറഞ്ഞ അക്കൗണ്ടൻസി വൈഡായ ഏരിയ. അപ്പൊ ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ ഏറ്റവും ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടെന്നുള്ള കാര്യങ്ങൾക്ക് സിലബസ് വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഒരു സിലബസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ച് ഈ തവണ തന്നെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സാറേ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി. അതായത് ഇപ്പൊ ഒരു വിദ്യാർത്ഥി ആദ്യമായിട്ടാണ് ഈ CSEB എക്സാമിന് പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്നത്. അയാൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. കാരണം എന്താ, ഇങ്ങനെ എക്സാം ഉണ്ടോ, പുതിയ സിലബസ് ആണെന്ന് മാത്രം അറിയാം. പക്ഷെ എന്താണ് ഒന്നും അറിയില്ല, ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരാൾ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ CSEB എക്സാമിനെ പറ്റിയും അതാണ് പോയിന്റ്. എക്സാമിനെ പറ്റിയും അതേപോലെ എക്സാമിന് പാറ്റേണിനെ പറ്റി ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം? അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു ഫ്രീ വെബിനാർ നടത്തുകയാണ്. ഒരു CSEB ആസ്പിരന്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ June 5 നമ്മുടെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. രാത്രി 9 മണിക്കാണ് വെബിനാർ വരുന്നത്. അപ്പൊ നമ്മുടെ വെബിനാർ നമ്മുടെ ആതിര മിസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളെല്ലാം അവിടെ നമുക്ക് വെബിനാറിൽ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഏതൊക്കെ ഏരിയാസ് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇനിയുള്ള ദിവസം കൊണ്ട് ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഏരിയ പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കാം. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ആതിര മിസ്സുമായിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട്
ആതിര മിസ്സുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നമുക്കറിയാം ഈ ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളൂ. എപ്പോഴാണ്? ജൂൺ 5 രാത്രി 9 മണിക്ക്. ആ 9 മണിക്കാണ് വെബിനാർ ഉള്ളത്. ഫ്രീ വെബിനാർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇനി CSEബിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് കൂടെ ചെയ്യാം. ഓക്കെ. മറ്റൊരു കാര്യം കൂടി, അതായത് നമുക്കിപ്പോൾ പറഞ്ഞു ആദ്യമായിട്ട് തുടങ്ങേണ്ട ആൾക്കാർ, അതായത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് തുടങ്ങേണ്ട ആൾക്കാർ, പഠിച്ചു തുടങ്ങേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ തീരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ബിഗിനേഴ്സ് ബാച്ച്. ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ബിഗിനേഴ്സ് ബാച്ച് വരുന്നത്. സാർ എന്തൊക്കെയാണ് നമ്മുടെ ബിഗിനേഴ്സ് ബാച്ചിന്റെ പുതിയ ഫീച്ചേഴ്സ്? ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ബേസ് ലെവൽ മുതൽ ഏറ്റവും അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം സിലബസ്, ഈ എക്സാമിന് സിലബസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു സിലബസ് ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ഏരിയയുടെ പ്രിന്റബിൾ നോട്ട്സോട് കൂടിയാണ് നമ്മുടെ ക്ലാസ്സുകൾ വരിക. ക്ലിയർ ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അതുപോലെ ഡെയിലി എക്സാമുകൾ, വീക്കിലി എക്സാം, 1-to-1 സെക്ഷൻ, നമ്മൾ മെന്ററുമായിട്ട് 1-to-1 സെക്ഷൻ ലൈവ് സെഷൻ ആണ്. അതുകൂടാതെ 2 മെന്റർഷിപ്പ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ വീക്ക്ലി ലൈവ് ക്ലാസ്സുകൾ എല്ലാം നമ്മുടെ ബിഗിനേഴ്സ് ബാച്ചിന്റെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ബിഗിനേഴ്സ് ബാച്ച് വരുന്നത് അല്ലെ. അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ നന്നായിട്ട് ബേസ് മുതൽ പഠിക്കണം എന്ന രീതിയിൽ വിചാരിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ബിഗിനേഴ്സ് ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബിഗിനേഴ്സ് ബാച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാനും ആ ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡ് നമ്പർ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ സാർ അതൊക്കെയല്ലേ നമുക്ക് ഇന്ന് പറയാനുള്ള, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട്, അതായത് CSEബി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. താഴെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് ഡൗട്ടുകൾ മറ്റു കാര്യങ്ങളുള്ളതെന്ന്. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ CSEബിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും കൂടുതൽ വലിയ ഇൻഫർമേഷൻ വരാനുണ്ടെങ്കിൽ നിങ്ങൾ ലൈവിലും അല്ലാതെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.